ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ ഉറപ്പുകളും ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. പറയാൻ കാരണം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പറഞ്ഞിരുന്നത് ഒക്ടോബർ 15-ാം തീയതി ISLന് വേണ്ടിയുള്ള ടെൻഡർ വിളിക്കും എന്നായിരുന്നു. അതായത് പുതിയ കൊമേഴ്ഷ്യൽ പാർട്ണറെ കണ്ടെത്താൻ വേണ്ടി ഒക്ടോബർ 15-ാം തീയതി ടെൻഡർ വിളിക്കും എന്നായിരുന്നു. ഇന്നലെ ആ തീയതി അവസാനിച്ചിട്ടുണ്ട്. ടെൻഡർ വിളിക്കാൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് കഴിഞ്ഞിട്ടില്ല. അതിനർത്ഥം ISLന്റെ കാര്യത്തിൽ യാതൊരുവിധ പുരോഗതികളും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. സുപ്രീം കോടതിക്ക് വരെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഉറപ്പ് നൽകിയ കാര്യമാണ് ഒക്ടോബർ 15-ാം തീയതി ടെൻഡർ വിളിക്കും എന്നുള്ളത്. പക്ഷേ അത് സാധ്യമായിട്ടില്ല. ഇതിന് പിന്നാലെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ 10 ക്ലബ്ബുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു ലെറ്റർ ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ കാര്യങ്ങളിൽ തങ്ങൾ വളരെയധികം നിരാശരാണ് എന്നാണ് ഈ 10 ISL ക്ലബ്ബുകൾ അറിയിച്ചിട്ടുള്ളത്. മോഹൻ ബഗാൻ, ഈസ്റ്റ് ബംഗാൾ, മുഹമ്മദൻ SC, ഇന്റർ കാശി ഈ 4 ക്ലബ്ബുകളും ഈ ലെറ്ററിൽ ഇല്ല. ബാക്കിയുള്ള 10 ISL ക്ലബ്ബുകളാണ് ലെറ്ററിൽ ഉള്ളത്. പുതിയ കൊമേഴ്ഷ്യൽ പാർട്ണറെ കണ്ടെത്താൻ വേണ്ടി ഒക്ടോബർ 15-ാം തീയതി ടെൻഡർ വിളിക്കുമെന്ന് ഫെഡറേഷൻ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഇതിൻ്റെ യാതൊരുവിധ വിവരവും ഇപ്പോൾ ഇല്ല. അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും ഫെഡറേഷൻ നടത്തിയിട്ടില്ല. എല്ലാം നല്ല രീതിയിൽ പോകാൻ വേണ്ടിയാണ് സൂപ്പർ കപ്പിൽ പങ്കെടുക്കാം എന്ന ഒരു തീരുമാനം ഞങ്ങൾ ക്ലബ്ബുകൾ കൈക്കൊണ്ടത്. പക്ഷേ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അലംഭാവം കാണിക്കുകയാണ്. ISLന്റെ കാര്യത്തിൽ ക്ലാരിറ്റി ഇല്ലാത്തതിനാൽ ക്ലബ്ബുകൾ എല്ലാവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. സാമ്പത്തികമായും അല്ലാതെയും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇക്കാര്യത്തിൽ ക്ലാരിറ്റി ഞങ്ങൾക്ക് നൽകേണ്ടതുണ്ട്. ഒരിക്കൽ കൂടി ഈ ലെറ്റർ പുറപ്പെടുവിച്ചതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. പക്ഷേ സ്ഥിതിഗതികൾ അങ്ങനെയാണ്. ഇതാണ് 10 ക്ലബ്ബുകൾ ചേർന്ന ഈയൊരു ലെറ്ററിൻ്റെ ചുരുക്കരൂപം. അതായത് ഫെഡറേഷൻ്റെ കാര്യത്തിൽ തങ്ങൾ നിരാശരാണ്. യാതൊരുവിധ നീക്കങ്ങളും അവർ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടതുണ്ട്. ISLന്റെ കാര്യത്തിൽ ഉടൻ തന്നെ ഞങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ലഭിക്കേണ്ടതുണ്ട് എന്നൊക്കെയാണ് ഈ ക്ലബ്ബുകൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഏതായാലും ISL നടക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും ഉറപ്പ് പറയാൻ കഴിയില്ല. ഡിസംബർ മധ്യത്തോടു കൂടി ആരംഭിക്കും എന്നായിരുന്നു കല്യാൺ ചൗബെ പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെ പറഞ്ഞു എന്നല്ലാതെ അത്തരത്തിലുള്ള ഒരു നീക്കങ്ങളും അദ്ദേഹമോ അല്ലെങ്കിൽ ഫെഡറേഷനോ നടത്തിയിട്ടില്ല. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.